ടൊവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി കോംബോ വീണ്ടും വരികയാണ്. അതിക് രവിചന്ദ്രൻ സിനിമ വീണ്ടും വരാൻ പോവുകയാണ് തലജിത്തായിട്ട്. നമ്മുടെ നിവിൻ പോളി, മമിത ബൈജു, എ ഡി ഗിരീഷ് സംവിധാനത്തിൽ ഒരു സിനിമ വരാൻ പോവുകയാണ്. നമ്മുടെ കലങ്കാവൽ എന്ന് പറഞ്ഞ മമ്മൂക്ക സിനിമയുടെ റിലീസ് തീയതി പുറത്തു വരാൻ പോവുകയാണ്. സൂര്യ 46 എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രേമലു സിനിമയുടെ രണ്ടാം ഭാഗം നിലവിൽ നടക്കാൻ പോകുന്നില്ല എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റ്. ഇത് മാത്രമല്ല നമ്മുടെ സൺ പിക്ചേഴ്സിന്റെ ഒരു ഫാന്റസി പടം വരികയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റും വന്നിരിക്കുകയാണ്. ആദ്യ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. നമുക്ക് അതിന് നിമിഷം ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ. ആദ്യ സിനിമാർത്ത സൂര്യന്റെ 46ാമത്തെ സിനിമേന്റെയാണ് ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സൂര്യ, മമിത ബൈജു ആണ് കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത്. മ്യൂസിക് നമ്മുടെ ജി.വി. പ്രകാശ് ആയിരിക്കും. വെങ്കി അറ്റ്ലൂരിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് കഴിഞ്ഞ സിനിമയാണ് നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ. നല്ല എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ഹൈദരാബാദിൽ വെച്ചിട്ടായിരിക്കും. 3 മാസത്തെ ഷൂട്ടിംഗ് ആണ് അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് സിനിമയ്ക്കായിട്ട്. സമ്മറിനാണ് അടുത്ത വർഷം സിനിമ 2026 റിലീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാദർശിവന്റെ സംവിധാനത്തിൽ പുതിയൊരു സിനിമ വരാൻ പോവുകയാണ്. പടത്തിന്റെ പേരിട്ടിരിക്കുകയാണ് നമ്മുടെ മാജിക് മഷ്റൂംസ് ഫ്രം കഞ്ഞിക്കുഴി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് പടത്തിൽ അഭിനയിക്കാൻ പോകുന്നത്. ഡൂപ്പ് നമ്മുടെ സുജിത് വാസുദേവ് ആയിരിക്കും. BGM നമ്മുടെ മണികണ്ഠ അയ്യപ്പ ആയിരിക്കും. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആകാശ് ദേവ് ആയിരിക്കും. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ആണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാൻ പോകുന്ന ആദ്യ ഇൻസ്റ്റാൾമെന്റ് ആണ്, അല്ലെങ്കിൽ ആദ്യ സിനിമയാണ് ലോക എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ ഭാഗം ചന്ദ്ര. പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമ്മുടെ കല്യാണി പ്രിയദർശൻ നെസ്ലിനെ കാണാൻ സാധിച്ചു. പടത്തിലെ VFX വർക്കാണ് ചെയ്യാൻ പോകുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ റൈഫിൾ ക്ലബ്ബ്, ലവ്ലി എന്നീ സിനിമകളിലെ VFX ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ 2 സിനിമകളിൽ അവര്. എന്തായാലും ഈ ലോക എന്ന് പറഞ്ഞ സിനിമയിൽ നല്ല കിഡിലൻ VFX വേണമെന്നാണ് സിനിമേന്റെ ടീം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്തൊക്കെ VFX കംപ്ലീറ്റ് ആയാൽ നടക്കത്തുള്ളൂ. കാത്തിരിക്കാൻ നമുക്ക് സെപ്റ്റംബറിനുള്ളിൽ സിനിമത്തിന് വേണ്ട VFX വർക്ക് കഴിയുമോ ഇല്ലയോ എന്ന്. ഉദയനാണ് താരം എന്ന് പറഞ്ഞ ലാലട്ടൻ സിനിമ വീണ്ടും തിയേറ്റർ റിലീസ് വരികയാണ്. റിലീസ് ജൂലൈ മാസമാണ് ശ്രീനിവാസൻ ലാലട്ടൻ അഭിനയിച്ച പടം റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂലൈ 4-ാം തീയതി. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. നമ്മുടെ കണ്ണപ്പ എന്ന് പറഞ്ഞൊരു പാൻ ഇന്ത്യൻ സിനിമയുണ്ട്. സിനിമേന്റെയാണ് ഹാർഡ് ഡിസ്ക് കാണാതെ പോയെന്നുകൊണ്ട് വലിയ കംപ്ലൈന്റ് ഒക്കെ വന്നത്. അതൊക്കെ ഇനി ഒറിജിനലാണോ തമ്പുരാൻ അറിയാം. എന്തായാലും പടത്തിന് ട്രെയിലർ വരാൻ പോവുകയാണ് ജൂൺ 13-ാം തീയതി. നാളെ സിനിമ ട്രെയിലർ പുറത്തിറങ്ങാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാം ട്രെയിലറിനായിട്ട്. ലാലേട്ടനൊക്കെ കേമി റോൾ ചെയ്യുന്ന സിനിമയും കൂടിയാണ് കണ്ണപ്പ. ജൂൺ 27-ാം തീയതിയാണ് പടം വേൾഡ് വൈഡ് റിലീസ്. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ ധനുഷിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കുബേര എന്ന് പറഞ്ഞ സിനിമ. ധനുഷ്, നാഗാർജുൻ, രശ്മിക മന്ദാന എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത്. നമ്മുടെ ശ്രീദേവി പ്രസാദ് അല്ലെങ്കിൽ നമ്മുടെ DSP അണ്ണനാണ് പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ശേഖറാണ് പടത്തിന് ഡയറക്ഷൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമ ലവ് സ്റ്റോറി. ജൂൺ 20-നായിരിക്കും പടം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. 3 മണിക്കൂർ 15 മിനിറ്റ് UA/A സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന് ലഭിച്ചിരിക്കുന്നത്. 3 മണിക്കൂറിന് വലിയൊരു സിനിമയാണിത്. ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലറും കൂടിയാണ് നമ്മുടെ ധനുഷിന് വരാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ AD ഗിരീഷ്, നിവിൻ പോളി സിനിമ വരാൻ പോവുകയാണ്. റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ AD ഗിരീഷ് നിവിൻ പോളി ആയിട്ടൊരു സിനിമ ചെയ്യാൻ പോവുകയാണ്. മമിത ബൈജുവും സിനിമയിൽ കാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന്റെ ഭാഗത്തിലായിരിക്കും സിനിമ പ്രൊഡക്ഷൻ കമ്പനി വരാൻ പോകുന്നത്. ഈ വർഷം തന്നെയാണ് സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നിവിൻ ആദ്യം അദ്ദേഹത്തിന്റെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവണം. അതുപോലെ തന്നെ നമ്മുടെ മമിത ബൈജുവിന്റെ സിനിമയുടെയും ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നിലവിൽ. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് നിവിൻ പോളി, AD ഗിരീഷ് സിനിമയ്ക്കായിട്ട്. നമ്മുടെ കുഞ്ചാക്ക ബോബന്റെ സിനിമയാണ് വരാൻ പോകുന്നത്. അതും നമ്മുടെ കുറിപ്പ് സിനിമയുടെ ഡയറക്ടറായ നമ്മുടെ ശ്രീനാഥ് രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൻ പ്രതീക്ഷകൾ ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ചാക്ക ബോബൻ കുറിപ്പ് സിനിമയിൽ സംവിധായകനുമായിട്ട്. കാത്തിരിക്കുന്ന നമുക്ക് ഈ ഒരു പടത്തിന്റെ അപ്ഡേറ്റുകൾക്കായിട്ട്. ഒരു WWE ബേസ്ഡ് സ്റ്റോറിയിൽ ഒരു പടം വരാൻ പോവുകയാണ് മലയാളത്തില്. ചിത്രത്തിന്റെ പേരാണ് ചാത്ത പാച്ച എന്ന് പറഞ്ഞ. എന്നാൽ കൊച്ചിയിൽ വെച്ചിട്ട് പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നിലവില്. നമ്മുടെ അർജുൻ അശോകനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത്. എന്തായാലും റിയൽ വേൾഡ് എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ബിഗ് പ്രൊജക്ട് എന്നീ 2 പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. വൻ പ്രതീക്ഷകൾ ഉയർത്തിയിരിക്കുകയാണ്. നമ്മുടെ മുജീബ് മജീദാണ് പടത്തിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. പ്രവീൺ പ്രഭാകർ എന്ന് പറഞ്ഞ എഡിറ്ററാണ് പടത്തിന്റെ എഡിറ്റിംഗ് വർക്ക്. എന്തായാലും നല്ല ക്രൂ മെമ്പേഴ്സ് ആണ്. നമ്മുടെ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മത്സരമാണ് OTT റൈറ്റ്സ് മേടിക്കാനായിട്ട്. നിലവിൽ നമ്മുടെ ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സോണി ലിവും വൻ മത്സരത്തിലാണ് പടത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കാനായിട്ട്. നിലവിൽ ഫൈനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോണിയിൽ മേടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രീമിയറിംഗ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആമസോണിൽ. രണ്ടുപേരും മത്സരിച്ച് മേടിക്കുകയാണ്. ആര് മേടിക്കുമെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. ആര് മേടിച്ചാൽ നമുക്ക് പടം കണ്ടാൽ മതി.
അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അമിത ബൈജു വിഷ്ണു വിശാൽ സിനിമയാണ് നമ്മുടെ ഇരുണ്ടുവാണം എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, നിലവില് പാക്കപ്പ് ആയിരിക്കുകയാണ്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കും സിനിമയുടെ ഭാഗത്ത് നിന്ന്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഒരു അപ്ഡേറ്റിനായിട്ട്. നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ 25ാമത്തെ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു കിടിലൻ ഗ്ലിംസും ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ വർഷം ഓണമാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ബൾട്ടി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഒരു ഗുസ്തി പടമാണ് വരാൻ പോകുന്നത്, സ്പോർട്സ് ഡ്രാമ സിനിമ. നമ്മുടെ ഉണ്ണി സെൽവനിംഗമാണ് പടത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും. സന്തോഷ് ടി കുരുവിള, ബിനു അലക്സാണ്ടർ ജോർജൊക്കെയാണ് പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ്. പടത്തിന്റെ ടീം നോക്കുകയാണെങ്കിൽ കിടിലൻ ടീം തന്നെയാണ്. സായി അഭ്യങ്കർ ഒക്കെയാണ് നമ്മുടെ മലയാളത്തിലായിട്ട് ആദ്യമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. ഒരേ സമയത്ത് തമിഴിലും മലയാളത്തിലും ഡബ് ചെയ്താണ് ഷെയ്ൻ നിഗത്തിന്റെ 25ാമത്തെ സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഒരു വമ്പൻ സിനിമയ്ക്കായിട്ട് ഓണം ക്ലാഷിനായിട്ട്. നമ്മുടെ നിവിൻ പോളിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ ബെൻസ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. രാഘവ ലോറൻസ്, നിവിൻ പോളി, മഡോണ സെബാസ്റ്റ്യനൊക്കെയാണ് പടത്തിന്റെ കാസ്റ്റ്. സായി അഭ്യങ്കർ ആണ് പടത്തിലെ ഗാനങ്ങൾ തിരക്കാൻ പോകുന്നത്. ലോകേഷ് കനകരാജ് ആണ് പടത്തിന്റെ സ്റ്റോറി തിരക്കഥാകൃത്ത്. ഡയറക്ഷൻ നമ്മുടെ ഭാഗ്യരാജ് കണ്ണനായിരിക്കും. അത് ഇതിന് കഴിഞ്ഞ സിനിമയാണ് സുൽത്താൻ എന്ന് പറഞ്ഞ കാർത്തി സിനിമ. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് ബെൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. മമ്മൂക്കിയുടെ കലംകാവൽ സിനിമയുടെ ഭാഗം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പടത്തിന്റെ എഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ കലംകാവൽ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ മമ്മൂക്കി നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന സിനിമ, നെഗറ്റീവ് റോളിൽ ഓൾമോസ്റ്റ്. എഡിറ്റർ പ്രവീൺ പ്രഭാകർ ആണ് പടത്തിന് എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളാണ് കണ്ണൂർ സ്കോഡ് എന്നൊക്കെ പറഞ്ഞ സിനിമ. അടിപൊളി എഡിറ്റിംഗ് തന്നെയാണ് അദ്ദേഹം ആ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത്. കാത്തിരിക്കാൻ നമുക്ക് നല്ലൊരു എഡിറ്റിംഗ് ഈ സിനിമയിൽ. നമ്മുടെ കലംകാവില് ഓഗസ്റ്റ് മാസമാണ് സിനിമയുടെ റിലീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദുൽഖർ സൽമാൻ വെൽഫെയർ ആയിരിക്കും സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ആണ് നമ്മുടെ മാത്യു തോമസിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ ഭാഗത്ത് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നൈറ്റ് റൈഡേഴ്സ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നൗഫൽ അബ്ദുല്ലയാണ് പടം സംവിധാനം ചെയ്യാൻ പോകുന്നത്. പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അബ്ബാസ്, അതുപോലെ തന്നെ സജിൻ അലി, അതുപോലെ തന്നെ ദീപൻ പട്ടേലൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ A&HS പ്രൊഡക്ഷൻ കമ്പനീന്റെ ബാനറിലാണ് പടം നിർമ്മിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ മാത്യു തോമസിന്റെ സിനിമയ്ക്കായിട്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. പടത്തിന്റെ റിലീസ് അടുത്ത മാസമായിട്ടായിരിക്കും വരാൻ ചാൻസ് കാണുന്നത്. കാത്തിരിക്കാൻ നമുക്ക്. നമ്മുടെ കീർത്തി സുരേഷിന് വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ റിവോൾവർ റീട്ട എന്ന് പറഞ്ഞ സിനിമ. നിലവിലെ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെന്റ് വീഡിയോയും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ റിവോൾവർ റീട്ട എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് നിന്ന്. ഓഗസ്റ്റ് മാസമാണ് റിലീസ് കൺഫേം ചെയ്തിരിക്കുന്നത്, ഓഗസ്റ്റ് 27-ാം തീയതി. രതികയൊക്കെയാണ് മറ്റു കാസ്റ്റ് ആയിട്ട് സിനിമയിൽ വരുന്നത്. നമ്മുടെ സീൻ റോൾഡൻ ആണ് പടത്തിലെ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ നമ്മുടെ K ചന്ദ്രു ആണ്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് 27-ാം തീയതി. അല്ലു അർജുൻ അറ്റ്ലി സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് ഫാന്റസി സിനിമയാണ് നമ്മുടെ AA22 എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ അപ്ഡേറ്റ് നോക്കാൻ നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരിക്കുകയാണ്. ഇന്നാണ് സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നമ്മുടെ ഹൈദരാബാദ്, മുംബൈ സ്ഥലത്തൊക്കെയാണ് സിനിമ ലൊക്കേഷൻ വരാൻ പോകുന്നത്. അതും കീ സീൻസ്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ പടത്തിന്റെ കൂടുതൽ ഷൂട്ടിംഗ് അപ്ഡേറ്റിനായിട്ട്. നമ്മുടെ സിംബു വെട്രിമാരൻ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് തുടങ്ങുന്ന ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് മദ്രാസിലാണ് തുടങ്ങാൻ പോകുന്നത്. നോർത്ത് ചെന്നൈയിൽ വെച്ചിട്ട് ഒരു ഗാങ്സ്റ്റർ പടം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന ജൂലൈ മാസമാണ്. ജൂലൈ 16-ാം തീയതിയാണ് വെട്രിമാരൻ സിംബു അല്ലെങ്കിൽ STR സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക്. ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ. ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. സിനിമ എന്ന് റിലീസ് പ്ലാൻ ചെയ്താലും അന്ന് റിലീസ് ചെയ്യാറില്ല. നിലവിലെ ജൂലൈ ഓഗസ്റ്റ് ആണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഈ വർഷമായിട്ട്. സിനിമയുടെ FDS അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഷോ വരാതെ ഈ പടത്തിന് റിലീസ് ചെയ്ത് ഞാൻ വിശ്വസിക്കത്തില്ല. എന്നെങ്ങാനും വരും പടം OTT റിലീസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് എന്നത്. നമ്മുടെ തലജിത്തിന്റെ വമ്പൻ സിനിമ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് 200 കോടിയുടെ മുകളിൽ കളക്ട് ചെയ്ത നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ സംവിധായകനായ അതിക് രവിചന്ദ്രൻ കോംബോ വീണ്ടും വരികയാണ്. തലജിത്തായിട്ട് വീണ്ടും ഒരു സിനിമയ്ക്ക് വരികയാണ്. സിനിമയിൽ നായികയായിട്ട് നമ്മുടെ ശ്രീതി ഷെട്ടിയൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും വൺ എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സിനിമ നായികയായിട്ട് നമ്മുടെ ശ്രീതി ഷെട്ടി. പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന നവംബർ മാസമായിരിക്കും ഈ ഒരു വർഷം. റിലീസൊക്കെ പ്ലാൻ ചെയ്യാൻ പോകുന്ന അടുത്ത വർഷം സമ്മറിനായിരിക്കും. നമ്മുടെ വെയിൽസ് ഇന്റർനാഷണൽ ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ആദ്യം കേട്ടത് മൈത്രി മൂവി മേക്കേഴ്സ് തന്നെ നിർമ്മിക്കുമെന്നാണ്. എന്തായാലും പ്രൊഡക്ഷൻ കമ്പനി ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നവംബർ മാസം ആരംഭിക്കുന്നതായിരിക്കും. അടുത്ത വർഷം സമ്മറിന് സിനിമ റിലീസും പ്ലാൻ ചെയ്യും. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ ജനനായകൻ സിനിമയുടെ ഭാഗത്ത് ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്ന് ജൂൺ 22-ാം തീയതി. എന്തായാലും ജനനായകൻ സിനിമയുടെ ഭാഗത്ത് ഒരു സ്പെഷ്യൽ ഗ്ലിംസിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. ജൂൺ 22-ാം തീയതി കാത്തിരിക്കാം നമുക്ക്. നല്ലൊരു കിഡിലൻ ഗ്ലിംസ് ആവട്ടെ.
നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ നമ്മുടെ ടൊവിനോ തോമസ് പടത്തിന് ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് തൊടുപുഴയിൽ വെച്ചിട്ട്. ജൂൺ 16 തീയതിയാണ് പടത്തിന് ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ടൊവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് ജൂൺ മാസം 16 തീയതി. നമ്മുടെ മാർവെൽ പോലത്തെ മറ്റൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഡി സിന്റെ യൂണിവേഴ്സ്. ഡി സി യൂണിവേഴ്സിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ പുതിയ ട്രെയിലർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്, ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാനിന്റെ. ജൂലൈ 11-നാണ് പടം ഈ വർഷം റിലീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. മറ്റൊരു ഇംഗ്ലീഷ് സിനിമ. പടത്തിന്റെ ടിക്കറ്റ് ഒക്കെ സെയിലിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പടം കാണാനുള്ളവർ പോയി കാണുക. ജൂലൈ മാസം 11-നാണ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ തെലുങ്കുവിലെ ഏറ്റവും പുതിയൊരു ജേണറാണ് മിത്തോളജി സിനിമകൾ. ഈ ജേണറിൽ പുതിയൊരു സിനിമ വരാൻ പോവുകയാണ് നമ്മുടെ NTRനെ വെച്ചിട്ട്. ഡയറക്ഷൻ നമ്മുടെ ത്രിവിക്രം ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് നമ്മുടെ മഹേഷിന്റെ ഒരു സിനിമയായിരുന്ന ഗുണ്ടൂർ കാരം. എന്തായാലും ലോർഡ് മുരുകനൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു മിത്തോളജിക്കൽ പടം വരാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സിനിമ അപ്ഡേറ്റ് ഏതാണെന്ന് കൺബോക്സ് ചെയ്യപ്പെടുക.